ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ വേൾഡ്. അപ്പോൾ ഞാനിവിടെ ഈവനിങ് ചായക്ക് കടി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വൈകുന്നേരം എന്താ ചായക്ക് ഉണ്ടാക്കാറ്? ചിലർ വൈകുന്നേരം ബേക്കറികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ചിലർ പുഴുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, അങ്ങനെ പുഴുക്കുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലരെന്താ ഈ തട്ടുകട ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എനിക്കും ഈ തട്ടുകട ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. പിന്നെ ബേക്കറിയോട് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തായാലും കഴിക്കാൻ, ദോശ അങ്ങനെ എന്തായാലും കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുപ്പുമാവാണ് കേട്ടോ. ആദ്യം വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്, അപ്പോൾ റവയില്ലായിരുന്നു. എന്നാൽ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറി സെപ്പറേറ്റ് വേറെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ആ ഒരു മടികാരൻ എന്ത് വിചാരിച്ചു, പുട്ട് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കറി വേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ പുട്ടുപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പുട്ടുപ്പുമാവ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പക്ഷേ എവിടെയൊക്കെ ഒരു കേട്ടതുപോലെ ഇതുപോലെയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കും എന്നത്. പണ്ടൊരു സിനിമയിൽ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നില്ല, അതുപോലെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന എവിടെയെല്ലാം ഒരു കേട്ടൊരു ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇതുണ്ടാക്കാമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നത്. അപ്പോൾ പുട്ട് നമ്മുടെ അടുപ്പത്ത് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ പുട്ട് വേവിക്കുമ്പോൾ അതിൽ ഞാൻ സെപ്പറേറ്റ് തേങ്ങ ഇട്ടിട്ടില്ല, കാരണം എന്തായാലും ഉപ്പുമാവിലുണ്ടുമല്ലോ, അതുകൊണ്ട് തേങ്ങ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ചെമ്പ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ, അതുകൊണ്ട് ഈ കളർ ഇങ്ങനെ. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച പുട്ടിന് എന്ത് ചെയ്യണം, നന്നായിട്ട് അങ്ങ് പൊടിച്ചങ്ങ് എടുക്കണം. അങ്ങനെ പൊടിക്കാനുള്ള പരിപാടിയാണ്. ആദ്യമൊക്കെ ഈ കയ്യിൽ വെച്ച് പൊടിച്ചെങ്കിലും പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ പുട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഈ ഉപ്പുമാവിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ. അപ്പോൾ ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ പകുതി ഉള്ളിയും. അങ്ങനെ നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഉപ്പുമാവിന് അധികം ഉള്ളിയൊന്നും അധികം വാടുമൊന്നും വേണ്ടല്ലോ, ക്യാരറ്റായാലും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഉപ്പും. എൻ്റെ പുട്ടിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത്, തേങ്ങ കുറേ ഉള്ളവർ തേങ്ങ കുറേ ഇട്ടോട്ടാ. അങ്ങനെ ഇതിൽ എത്ര വെള്ളം വേണമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉപ്പുമാവിന് ഉണ്ടാക്കുന്ന വെള്ളമൊന്നും ഇതിന് വേണ്ടല്ലോ, കാരണം പുട്ടല്ലേ. അങ്ങനെ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പുട്ട് നനയാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി. അല്ലാണ്ട് ഇതിൽ ഈ വെള്ളം ഒഴിച്ചതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അളവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പൊടിച്ച പുട്ട് ഇതിലേക്ക് ഇടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ ഇതിലിടണോ, ഇതിപ്പം ചീത്തയായി പോവോ, ഇത് മോശമായി പോവോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടും ഇല്ലാത്തൊരു സാധനമാണല്ലോ. അങ്ങനെ എന്തായാലും ഇട്ടു. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒരു ഉപ്പുമാവ് കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് മോശമല്ല, ഒന്നുമല്ല, നല്ലതായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉപ്പുമാവ് ആണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരെ പുട്ടുപ്പുമാവോ എന്ന് ചോദിച്ച് ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചായക്കടി. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ആരായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, ഇതൊക്കെ ആരായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബായ്.